ഇനി ഈ പേരുകളെയും ആക്ഷനെയും എല്ലാം നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, കൂടുതൽ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ കാറ്റഗറിനെ ഇപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കാനാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗേളിനെ വിശേഷിപ്പിക്കാൻ ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ബ്രേവ്, ഇങ്ങനെയുള്ള സ്മാർട്ട് ഗേൾ, ബ്യൂട്ടിഫുൾ ഗേൾ, ബ്രേവ് ഗേൾ, ഇങ്ങനെയുള്ള വേർഡ്സ്, ആ ഗേൾ എന്ന് പറയുന്ന നൗണിനെ, നാമത്തിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട്, ബ്രേവ്, ബ്യൂട്ടിഫുൾ ഇങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്നും. ഇനി ഈ ഒരു ഗേൾ സിങ്സ്, ഒരു ആക്ഷൻ ചെയ്യാണ്, ആ ആക്ഷനെയാണ് നമുക്ക് വിശേഷിപ്പിക്കേണ്ടതെങ്കിൽ, ഇപ്പൊ ഗേൾ സിങ്സ് സ്വീറ്റ്ലി, ഗേൾ ഡാൻസസ് ഗ്രേസ്ഫുള്ളി, സ്വീറ്റ്ലി, ഗ്രേസ്ഫുള്ളി, ഇങ്ങനെയുള്ള വാക്കുകൾ എന്തിനെയാണ്? ആ ആക്ഷനെയാണ്, ഗേളിനെ അല്ല, ആ ആക്ഷൻ, ഗേൾ ചെയ്ത പ്രവൃത്തിയെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വേർഡ്സിനെ, വെർബിനെ വിശേഷിപ്പിക്കുന്ന, ക്രിയയെ വിശേഷിപ്പിക്കുന്ന വേർഡ്സിനെ നമ്മൾ ആഡ്വേർബ്സ് എന്നും പറയും. സോ നാമവിശേഷണം ആഡ്ജക്റ്റീവ്, ക്രിയാവിശേഷണം ആഡ്വേർബ്. ഓർത്തിരിക്കുമല്ലോ.